ഈ പറയുന്നവന്മാരുടെ 5 വണ്ടിയിലും 10 വണ്ടിയിലും ഇരിക്കുന്ന സാധനം നമ്മുടെ ഒറ്റ വണ്ടിക്കകത്തുണ്ടായിരുന്നു. മനസ്സിലായോ? മിക്സറായാലും മറ്റു വർക്കുകളാണെന്ന് കാര്യം വന്നില്ല. അന്നേരം ഈ പറയുന്നവരുടെ ടീമിൻ്റെ വണ്ടിക്കകത്ത് എന്തുവാ, നൂറ്റാണ്ടുകൾ വഴക്കമുള്ള 3 കറങ്ങുന്ന ലൈറ്റും 4 ഫോർവേഡും വെച്ചുകൊണ്ട് അന്ന് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് ഈ 5 വണ്ടിക്കകത്ത് 6 വണ്ടിക്കകത്ത് സാധനം അഴിച്ചു വെച്ചിട്ട് വെള്ളയും തൂത്തവും ഓടിയാൽ മതി. അതുകൊണ്ട് അവരങ്ങനെ ഓടി. എനിക്കങ്ങനെ വെള്ളം അടിച്ച് നമ്മുടെ വണ്ടികൾ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അന്ന്. ആ വർക്ക് ചെയ്ത വണ്ടികൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ബോംബെക്കകത്ത് ചെയ്തേക്കുന്ന വർക്കായാലും അധോലോകത്തിനകത്ത് ചെയ്തേക്കുന്ന വർക്കാണെങ്കിലും ദാവൂദിനകത്ത് ചെയ്തേക്കുന്ന വർക്കാണെങ്കിലും അത് ഇളക്കി വെച്ചിട്ട് ഓടുന്നതിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ വണ്ടി കൊണ്ട് ഇവിടുന്ന് മാറി. ഈ വണ്ടികളിനകത്തുനിന്ന് എല്ലാം വലിച്ചിളക്കി വെച്ചിട്ട് വെള്ളം അടിച്ചിട്ട് ഓടാൻ അന്നേരം മനസ്സ് വന്നില്ല. അപ്പോൾ അധോലോകമാണെങ്കിലും എല്ലാം വലിച്ചിളക്കി വന്നിട്ട് അത് വെള്ളം ഇട്ട് ഓടാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ വണ്ടി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അത് എവിടെ നിലനിർത്താമെന്ന് വെച്ചിട്ട് ഇവിടുന്ന് മാറ്റി അവിടെ കൊണ്ടുപോയി. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്നോ അല്ലെ കേരളത്തിലെ ഇവിടെ വന്ന് വണ്ടി ഓടിക്കൂടാതൊന്നും ഇല്ലല്ലോ. ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ നടക്കും, അവിടുത്തെ കാര്യം അവിടെയും നടക്കും. ഇനിയും പോട്ടെ, പേടിച്ച് ഓടിയതാണ്, അങ്ങ് ഓടി. ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് വരാൻ പേടിയുള്ള പിള്ളേർക്കോ അല്ലെങ്കിൽ പേടിച്ചോടാത്തവർക്ക് വേണ്ടി ഇനി പേടി അങ്ങ് മാറിയെന്ന് വെച്ചോ. പേടി മാറിയതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വണ്ടികൾ ഇറക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് പേടി വരുമ്പോൾ കർണാടകയിൽ ഇറക്കാം. ഓക്കെ.